അഭിഷേകപ്രിയനായ അയ്യപ്പന് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിലൊന്നാണ് പുഷ്പാഭിഷേകം. ദിവസവും വൈകിട്ട് 7 മണിക്ക് സന്നിധാനത്ത് നടക്കുന്ന പുഷ്പാഭിഷേകം കാണാൻ വലിയ ഭക്തജന തിരക്കാണ് എല്ലാ ദിവസവും സന്നിധാനത്ത് അനുഭവപ്പെടുക. കാനനവാസനായ അയ്യപ്പന് ഭക്തർ നടത്തുന്ന ഏറ്റവും സവിശേഷമായ വഴിപാടുകളിലൊന്നാണ് അഭിഷേകം. 8 അഭിഷേകങ്ങളാണ് വഴിപാടായി അയ്യപ്പന് സന്നിധാനത്ത് നടത്തുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയിലൊന്നാണ് പുഷ്പാഭിഷേകം. ഇഷ്ടകാര്യ സിദ്ധിക്കായാണ് പ്രധാനമായും പുഷ്പാഭിഷേകം നടത്തുക. ശബരിമലയിൽ ഈ പുഷ്പാഭിഷേകം നടത്തുന്നതോടുകൂടി ഓരോ ഭക്തൻ്റെയും അഭീഷ്ടങ്ങളുടെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് അവർ സാധാരണയായിട്ട് പുഷ്പാഭിഷേകം ചെയ്യുന്നത്. മണ്ഡലമാസം ആരംഭിച്ച ശേഷം ഇതുവരെ 100-ലധികം പുഷ്പാഭിഷേകങ്ങളാണ് സന്നിധാനത്ത് നടന്നത്. മേൽശാന്തിയുടെ നേതൃത്വത്തിലാണ് അയ്യപ്പന് പുഷ്പാഭിഷേകം നടത്തുക. ചെത്തി, തുളസി, താമര, റോസ്, ജമന്തി, കൂവളം, അരളി, മുല്ല എന്നീ പുഷ്പങ്ങളാണ് അഭിഷേകത്തിനായി ഉപയോഗിക്കുക. ബാംഗ്ലൂരിലെ തിരഞ്ഞെടുക്കപ്പെട്ട തോട്ടങ്ങളിൽ നിന്നാണ് ശബരിമലയിലേക്കുള്ള പൂക്കൾ എത്തിക്കുന്നത്. ഈ പൂക്കൾ ശീതീകരിച്ച വണ്ടിയിലാണ് പമ്പ വരെ എത്തിക്കുക. ഒരു പുഷ്പാഭിഷേകത്തിന് 8500 രൂപയാണ് ചിലവ്. ചിലവൽപ്പം കൂടുതലാണെങ്കിലും ഓരോ ദിവസം കഴിയുന്തോറും പുഷ്പാഭിഷേകം നടത്താൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് കാണാനാവുന്നത്. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.